ഹലോ, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. നല്ല ടേസ്റ്റും ഒക്കെയുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ് ചില്ലിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ 4 മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുഴുങ്ങിയ മുട്ട നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാനിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടയെല്ലാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണേ. അതിനായിട്ട് 3 സ്പൂൺ മൈദാപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതേ അളവിൽ തന്നെ 3 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 3/4 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കണേ. ആ പൊടികളെല്ലാം ആ മാവിൻ്റെ എല്ലാ സൈഡിലും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊരു കട്ടിയുള്ള ബാറ്ററായിട്ട്, ഒരുപാട് അങ്ങ് ലൂസായും പോണ്ട എന്നാൽ ഒരുപാട് കട്ടിയാവണ്ട, ആ രീതിയിലൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇതിനകത്ത് കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും കേട്ടോ. ഇളക്കിയെടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതേ ടൈപ്പിൽ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണേ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ. ഇനി ഇതിനകത്ത് ഓരോ കഷ്ണം മുട്ടയും ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണേ. ഈ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത മുട്ട നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 2 കഷ്ണം മുട്ട വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല. പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം കുറച്ച് ഓയിലിനകത്ത് 2 എണ്ണം വീതം ഇട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു കെയർഫുള്ളായിട്ട് നിന്ന് വേണേ ഫ്രൈ ചെയ്യാൻ. അതേ കണക്ക് തന്നെ കോൺഫ്ലവർ ചേർത്തത് കാരണം ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മുടെ മുട്ട വെന്ത മുട്ടയാണ്. പിന്നെ പുറത്തെ ആ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇത് തീയൊന്നും കുറച്ച് വെച്ചിട്ടില്ല, ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ മുട്ട ഒത്തിരി നേരം ഇങ്ങനെ എണ്ണയിൽ കിടക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ടാണ് കെയർഫുള്ളായിട്ട് നിന്ന് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് ഇതേ മാതിരിയാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേണൊക്കെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ യൂസ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഓയിൽ കറക്കി എടുക്കുന്നില്ല കേട്ടോ. അത് കാരണമാണ് നമ്മൾ കുറച്ച് ഓയിലിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പും ഇട്ട് ഒരു 3-4 ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ മൊത്തം മുട്ടയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് മതിയേ. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ. കറി എന്ന് വെച്ചാൽ ചില്ലി എഗ്ഗ് റെഡിയാക്കാനായിട്ട് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരുന്നാൽ മതിയേ. ഇതിനൊക്കെ വെളിച്ചെണ്ണ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതേ കണക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ, കരിഞ്ഞു പോകേണ്ട രീതിയിലൊന്നും മൂപ്പിക്കേണ്ട. പിന്നെ നമ്മൾ 2 സവാളയാണ് ഇതേ കണക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴെല്ലാം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കണ്ട കേട്ടോ. ഇതിനിപ്പം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ആയത് കാരണമാണ് ഞാൻ 2 എണ്ണം എടുത്തത്. വലിയ സവാള എടുക്കുകയാണെങ്കിൽ ഒന്നെടുത്താലും മതി. നിങ്ങളുടെ കറിയുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള കറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്നും നമ്മളുടെ ഉള്ളിക്കറി വെക്കുന്ന കണക്ക് വാട്ടി നിറം ഒന്നും മാറണ്ട കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് ഒരു ഗ്ലാസ് ടൈപ്പ് ഇതാണ്ടോ ഈ ഒരു അളവിലാകുമ്പോൾ വാടിയാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് പോലെ ആവത്തില്ലേ ഉള്ളി, ആ കളർ എത്തുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അതേ കണക്ക് സ്ക്വയർ പീസായിട്ട് വേണേ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിനൊന്നും അങ്ങനെ ഒരുപാട് കളറ് മാറി ഒന്നും വേണ്ട ഈ കറിക്ക്.
പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാം. നമ്മളിത് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാവുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രം വേണം ഈ കറി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം എന്താണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ കേട്ടോ. നമ്മളുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ടൊമാറ്റോ സോസൊക്കെ ചേർക്കാൻ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ്. അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് കേട്ടോ. അത് 1 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. ഈ സോസും ഉള്ളിയും പിന്നെന്താ ക്യാപ്സിക്കവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ആദ്യമേ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ സോസൊക്കെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമല്ലോ, നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. ആ സോസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ആ സമയമാകുമ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് അങ്ങ് ഗ്രേവി ആക്കുന്നില്ല. ഇതൊന്നും ഒരുപാട് ഗ്രേവി ആയിട്ടിരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. അത് തന്നെ ഞാൻ വളരെ കുറച്ച് വെള്ളമാണ് ചേർത്ത്, നോർമൽ വാട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോയ സോസിനകത്തൊക്കെ ചെറുതായിട്ട് ഉപ്പുണ്ട്, അത് കാരണം നോക്കിയിട്ട് വേണേ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരമായിട്ടൊന്ന് തിളപ്പിച്ച് വേവിക്കുകയൊന്നും വേണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയെടുത്തതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ച് കഴിയുമ്പം അത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഒരുപാട് അളവിൽ അങ്ങ് കോൺഫ്ലവർ കലക്കി ഒഴിക്കരുത്. ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ കലക്കി ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടാണ്, ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന മുട്ടയുണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയേ. ഇതൊന്ന് മുട്ടയ്ക്കകത്തോട്ടെല്ലാം ഈ സോസെല്ലാം ആയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എന്താ എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ആ സോസെല്ലാം ഇതിനകത്തോട്ട്, ഇനി ഇതിനകത്ത് ഇടുന്ന ആ സോസൊന്നും ഇതിനകത്ത് പിടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് കണക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന ചില്ലി എഗ്ഗ് പോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലും പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.